എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചില സമിതികളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറാണ്, അതുകൊണ്ടാണ് നിന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ ഒരു പ്രാസംഗികനല്ല, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാനൊരു കൺഫ്യൂഷനിലാണ്. ഞാൻ കോഴിക്കോടാണോ കേരളത്തിലാണോ അതോ വിദേശത്താണോ എന്ന്. എനിക്ക് ഓർമ്മ വരുന്നത് 12 കൊല്ലം മുമ്പ് ചൈനയിലെ ഹോങ്കോങ് ചേംബറിൻ്റെ അതിഥിയായിട്ട് കാൻഡൻ ട്രേഡ് ഫെയർ കണ്ട ഒരു ഓർമ്മയാണ്. ആ സെറ്റപ്പാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഇതിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ക്ഷണിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിത് കാണാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നില്ല. അപ്പം എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഇത് നഗരവാസികൾ കൂടി കാണാനുള്ള ഒരു അവസരം സൃഷ്ടിക്കേണ്ടതായിരുന്നു. അത്ര നല്ല സെറ്റപ്പാണ്. ഞാനതിനെ അഭിനന്ദിക്കുകയാണ്. പിന്നെ സക്സസ് സ്റ്റോറി എന്നാണ് പറഞ്ഞത്. സക്സസ് സ്റ്റോറി ആണോ അല്ലെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സക്സസ് സ്റ്റോറി ആയിട്ട് ഞാൻ കരുതുന്നില്ല. സമയപരിമിതി മൂലം ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ ചില എൻ്റെ കാര്യങ്ങളും അനുഭവങ്ങളും ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വലിയ പ്ലാറ്റ്ഫോമിൽ ഒരു എളിയനായി എനിക്ക് കൂടി ഒരു അവസരം തന്നതിന് സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികളും തടസ്സങ്ങളും വെല്ലുവിളികളും എൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ധാരാളം പേർ സഹകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തപ്പോൾ അപൂർവം ചിലർ ദ്രോഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളൊരു വിഷയമായിട്ട് എടുക്കരുത്. ഞാനൊരു ട്രെയിനിനെയാണ് മാതൃകയാക്കുന്നത്. തീവണ്ടി പോകുന്ന മാതിരി പോവുക. ട്രെയിനിൽ റിസർവ് ചെയ്ത ആൾ വന്നോ ഇല്ലെന്ന് അവർ കാത്തു നിൽക്കാറില്ല. ട്രെയിനിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെ അതേ പോക്ക് പോകും. അങ്ങനെ പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, ഞാൻ എന്ത് കാര്യത്തിന് മുന്നോട്ട് പോകുമ്പോൾ തറവായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലായിട്ട് മുന്നോട്ട് പോയുള്ളൂ. അതുകൊണ്ട് SSLCക്ക് 1 കൊല്ലം പഠിച്ചു. അപ്പോൾ എനിക്കത് പോരാൻ തോന്നി. ആ വർഷം ഞാൻ തോറ്റു. 2ാമത്തെ കൊല്ലം പഠിച്ചു, അപ്പോഴും തോറ്റു. അപ്പോൾ ഞാൻ തോറ്റത് ഞാനൊരു മണ്ടനായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഹിന്ദിയിൽ മാത്രമേ ഞാൻ തോൽക്കുന്നുള്ളൂ. കാരണം ഞാൻ ഞാൻ മലബാറുകാരനാണ്, പാലക്കാട് ജില്ലക്കാരനാണ്. ട്രാവൻകൂർ സിലബസ് വന്നപ്പോൾ 5 മുതൽക്ക് പഠിച്ച ഹിന്ദിയാണ്. ഞാൻ 8 മുതൽക്ക് ഹിന്ദി പഠിച്ചത്. അതുകൊണ്ടാണ് തോറ്റ. ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഹിന്ദിയിൽ തോറ്റപ്പോൾ ഞാനൊരു ചാലഞ്ചായിരുന്നു. 3ാമത്തെ പ്രാവശ്യം ഹെഡ്മാസ്റ്ററെ കാണാൻ ഞാനും എൻ്റെ സഹോദരനും കൂടി സമീപിച്ചു. അന്ന് ഫുൾ കോഴ്സ് പാസ്സായാൽ മാത്രമേ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ SSLC പാസ്സാവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഹെഡ്മാസ്റ്ററെ സമീപിച്ചപ്പോൾ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു ജയന്തി മന്നാടി എന്ന ഹെയർ ഹോസ്റ്റസ് ഒരു അപകടത്തിൽ മരിച്ചു. അവരുടെ പിതാവായിരുന്നു അവിടുത്തെ ഹെഡ്മാസ്റ്റർ. മന്നാടിയർ സാറെ കണ്ടപ്പോൾ അദ്ദേഹം പഠിക്കുന്നതിന് നിയമതടസ്സം അന്നില്ല, പക്ഷെ നിങ്ങളുടെ കൂടെ പഠിച്ച വിദ്യാർത്ഥിനിയാണ് ഇവിടെ ഹിന്ദി അധ്യാപികയായിട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നെ പഠിപ്പിച്ച വിദ്യാർത്ഥിയുടെ കൂടെ ടീച്ചറായിട്ട് ഞാൻ അംഗീകരിക്കാനുള്ള വിഷമം കൊണ്ട് ഞാനതിന് മുതിർന്നില്ല. ഞാൻ ആ പഠിപ്പ് ഉപേക്ഷിച്ചു. പിന്നീട് ഞാൻ ഹിന്ദി ടീച്ചറെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് നടക്കുകയും ചെയ്തില്ല. ഹിന്ദി പഠിക്കുന്ന ആവശ്യം ടീച്ചർ തന്നെ കല്യാണം കഴിക്കാൻ ശ്രമം നടത്തി, അത് വിജയിച്ചില്ല. ആ കാര്യം കൂടുതൽ ഞാൻ പറയുന്നില്ല. ഞാനങ്ങനെ 16ാമത്തെ വയസ്സിൽ കോഴിക്കോട്ടേക്ക് പോകണം. കുടിയേറി പാർത്തു എന്ന് പറയാം, നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ. അവിടുന്ന് 1962 2 വർഷം വിജയ ട്രേഡേഴ്സ് എന്ന എൻ്റെ ഒരു ബന്ധുവിൻ്റെ സ്ഥാപനത്തിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്തു. അപ്പോൾ കൂടുതൽ വിതരണത്തെ പറ്റി പഠിക്കുന്ന ഞാൻ വീണ്ടും മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറി 2 കൊല്ലം മിഠായിത്തെരുവിൽ. അങ്ങനെ വിതരണ വ്യാപാരത്തിന് ചെറിയ കാര്യങ്ങളൊക്കെ പഠിക്കുകയും അവിടുന്ന് ടൈപ്പ് റൈറ്റിങ് കറസ്പോണ്ടൻസൊക്കെ പഠിച്ചു. പിന്നീട് എൻ്റെ സഹോദരനായിട്ട് 68 വരെ ഒരു വർക്കിംഗ് പാർട്ട്ണറായിട്ട് അവിടെ ജോലി ചെയ്തു. 68 ഞാൻ സ്വന്തമായിട്ട് ചാക്കുണ്ണി കമ്പനി എന്ന് പേരിട്ടത്.
സാധാരണ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കമ്പനിയാണെന്ന് ആൾക്കാർ ധരിക്കും. എനിക്കത് വളരെ പ്രയോജനം ചെയ്യാൻ ചെയ്തു. ചൈനയിൽ പോയപ്പോൾ ഈ ഷോപ്പ് പലരും പോകുമ്പോൾ അവരൊക്കെ അവർ സ്വീകരിക്കുന്നില്ല. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഞങ്ങളെ ആരും അവിടെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അവിടെ ബാലകൃഷ്ണന്മാരുണ്ടായിരുന്നു, TBS ഭാഷ. ഞങ്ങൾ 10 പേരാണ് അന്ന് ചൈനയിലേക്ക് പോയത്, ഹോങ്കോങ് കൺവെൻഷന് പ്രകാരം. അവിടെ അവർ നമ്മുടെ ഇന്ത്യയിൽ നിന്നവർ വേണ്ടത്ര മൈൻഡ് ചെയ്യുന്നില്ല. അവർ ഗൾഫിൽ നിന്നുള്ളവരെ, അമേരിക്ക ഉള്ളവരൊക്കെ മൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബാലകൃഷ്ണന്മാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു നമ്മൾ ചാക്കുണ്ണി എന്ന കമ്പനി ബിഗ്ഗസ്റ്റ് കമ്പനി ഇന്ത്യ എന്നുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് അവരൊന്ന് ശ്രദ്ധിക്കാൻ പോലും തയ്യാറായത്. 1968 60,000 രൂപ ക്യാപിറ്റലായിട്ട് ഞാൻ മിഠായി തെരുവിൽ ഒരു ഷോപ്പ് എടുത്തു. അതിൽ 51,500 രൂപ ഷോപ്പിനന്ന് പകുതി കൊടുത്തു. ബാക്കി 8,500 രൂപ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ധാരണ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കടം കിട്ടുമല്ലോ, ഡിസ്ട്രിബ്യൂട്ടർമാർ കടം കിട്ടുന്ന ഒരു പ്രതീക്ഷയായിരുന്നു, മദ്രാസിൽ ലഭിക്കുന്ന പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് അസ്ഥാനത്തായി എല്ലാവരും തരാം, നിങ്ങൾ തുടങ്ങും, കുറച്ചും തരാൻ, ആരും കടം തരാൻ തയ്യാറായില്ല. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഇനി കടം വാങ്ങില്ല കൊടുക്കില്ല എന്നൊരു തീരുമാനമെടുത്തു. ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോയി. ബാക്കി 8,500 രൂപയായിട്ട് ഞാനന്ന് CR കേശവൈദ്യരെ സമീപിച്ചു, ചന്ദ്ര സോപ്പിൻ്റെ ഉടമസ്ഥന്. അദ്ദേഹം എനിക്ക് എത്ര വേണമെങ്കിൽ സ്റ്റോക്ക് തരാൻ തയ്യാറായിരുന്നു. ഞാൻ വാങ്ങിയില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, 5 മിനിറ്റാണ് എനിക്ക് പറഞ്ഞിരിക്കുന്ന സമയം, കൂടുതൽ ഞാൻ അതിൽ എടുക്കുന്നില്ല. പിന്നീട് ഞാൻ മദ്രാസിൽ പോയി. അവിടെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, കോഴിക്കോട്ടെ വ്യാപാരികളെല്ലാം മദ്രാസിൽ നിന്നാണ് ചരക്ക് വാങ്ങുന്നത്. ഇപ്പം മദ്രാസിൽ ചരക്ക് വാങ്ങുന്നവർ ബോംബെയിൽ നിന്ന് വാങ്ങുന്ന അത് മനസ്സിലാക്കി ഞാൻ നേരെ ബോംബെ പോയി. ബോംബെയിൽ നിന്ന് ചരക്ക് വരുത്തി വിട്ടപ്പോൾ ഇവിടെ മറ്റുള്ള കച്ചവടക്കാർക്ക് വരെ വലിയ പ്രയാസമായി കഴിഞ്ഞു. അവരെല്ലാം മദ്രാസ് വാങ്ങി വരികയായിരുന്നു. ഞാൻ ഡയറക്റ്റ് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ പേരിൽ ആ ബിസിനസ് കുറേശ്ശെ പച്ച പിടിച്ചു. അപ്പോൾ കച്ചവടത്തിന് കുറേ ഗുണം, ആ കച്ചവടത്തിന് കൂടുതൽ ക്യാപിറ്റൽ വേണമെന്ന ആഗ്രഹത്തിൽ ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വിവാഹത്തിൽ അന്ന് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഒരു ഡൗറി എന്നൊരു പരിപാടി, സ്ത്രീധനം ലഭിക്കും, അതാണ് എൻ്റെ ഉദ്ദേശം. പക്ഷെ സ്ത്രീധനം തന്നിട്ട് എനിക്ക് കെട്ടിച്ചേരാൻ തയ്യാറായിരുന്നില്ല. 2-3 ആലോചന മുടങ്ങിയപ്പോൾ ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, ഞാൻ സ്ത്രീധനം വാങ്ങില്ല കൊടുക്കില്ല എന്നുള്ളത് ഇതുവരെ പാലിക്കാനും കഴിഞ്ഞു. അങ്ങനെ സ്ത്രീധനം വാങ്ങാതെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച അന്നേ ദിവസം തന്നെ എൻ്റെ ഫസ്റ്റ് നൈറ്റ് SKS ബസ്സിൽ ഞാൻ ഹൈദരാബാദിലേക്ക് പോയി. ഞാൻ എൻ്റെ ഭാര്യ കാണുന്ന പിന്നത്തെ ആഴ്ചയാണ്. ഞാൻ കൂടുതൽ ആ കാര്യങ്ങളിലേക്ക് കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ മനോജ് ട്രാവൽസ് എന്ന ഒരു ട്രാൻസ്പോർട്ട് കോൺട്രാക്ട്സ് തുടങ്ങിയ 5-6 വണ്ടികൾ വാങ്ങി ഗോളിയർ ആൻസർ ഒരു കോൺട്രാക്ട് എടുത്തു. പിന്നെ മനോജ് ഏജൻസി സെൻറ്റർ മോജിയമ്മ റോഡിൽ മരുന്നിൻ്റെ ഒരു ഹോൾസെയിൽ ഷോപ്പ് തുടങ്ങി. അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ടും കുറേ മുന്നോട്ട് പോയി. അതിലൊരുപാട് പ്രതിസന്ധി എനിക്ക് നേരിട്ട് ആ കച്ചവട സമയത്ത്. അടിയന്തരാവസ്ഥ കാലത്ത് ഇൻ്റലിജൻസ് കോഡ് വലിയ അധികാരമായിരുന്നവർക്ക് വയർലെസ് തമ്പക്കായി വരെ എൻ്റെ സ്ഥാപനം പരിശോധിക്കുകയും ദ്രോഹിക്കുന്നതിൻ്റെ പരമാവധി അവർ ദ്രോഹിച്ചു. പിന്നീട് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ദ്രോഹമായി. പക്ഷെ ഞാനതിനൊന്നും പുറകോട്ടടിച്ചില്ല, എല്ലാവരും നേരിടാൻ തന്നെ തീരുമാനിച്ചു. ദൗർഭാഗ്യവശാൽ അന്ന് ഞാൻ അംഗമായിരുന്ന സംഘടനയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അവരെന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. അതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ വേറെ സംഘടന രൂപീകരിക്കുകയും മലബാർ ചേംബറിൻ്റെ സെക്രട്ടറി ആണ് ഒന്ന് എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. ബഹുമാനപ്പെട്ട CH മുഹമ്മദ് മിനിസ്റ്ററെ കാണുകയും അദ്ദേഹം തിരുവനന്തപുരത്തെല്ലാം പറയുകയും ആ കാര്യത്തിൽ അന്നത്തെ ധനമന്ത്രി ഇടപെട്ട് ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയെടുത്തത്. 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്നോട് ചോദിക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ മാർക്കറ്റിങ്ങിലേക്കും ഡിസ്ട്രിബ്യൂഷനിലേക്കും തിരിഞ്ഞു. ആദ്യമായിട്ട് മാർക്കറ്റിങ്ങിന് എടുത്തത് മെഡിമിക്സ് സോപ്പിൻ്റെ ആയിരുന്നു. പിന്നീടാണ് ഉജാല. ഞാൻ മെഡിമിക്സ് എടുക്കുമ്പോൾ ഉജാല എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് കടം തരണ്ട, ഞാൻ കടം കൊടുക്കുന്നില്ല എന്ന ഒരു കണ്ടീഷനാണ് ഏജൻസി എടുത്തത്. സാധാരണ കമ്പനിക്കാരൊക്കെ കടം കൊടുക്കാനുള്ളൊരു ഉപാധി വെക്കുകയായിരുന്നു. എന്തുകൊണ്ടോ അവർ സഹകരിച്ചു. അങ്ങനെ ഉജാലയായിട്ട് സഹകരിച്ചു, മെഡിമിക്സ് സഹകരിച്ചു. ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ എന്ന ഭാഗത്ത് നിന്ന് അവരുടെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ചുമതല കൂടി അവരെ എന്നെ ഏൽപ്പിക്കുകയും
റഷ്യൻ വോളിബോൾ ടീമുകാരോടെ കൊണ്ടുവന്ന് കളിക്കുക. അങ്ങനെയുള്ള പുതിയൊരു മാർക്കറ്റിംഗ് സിസ്റ്റം അതിൽ ആവിഷ്കരിക്കുകയും ചെയ്തു, അതിൽ വിജയിക്കുകയും ചെയ്തു. പിന്നീട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി, മലബാർ ചേംബർ, കാലിക്കറ്റ് ചേംബർ, സിറ്റി മർച്ചൻ്റ് അസോസിയേഷൻ, ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, ഓൾ കേരള കൺസ്യൂമർ ഗുഡ് അസോസിയേഷൻ എന്നീ സംഘടനകളായിട്ട് പ്രവർത്തിക്കുകയും അതെനിക്ക് ഗുണമായോ ദോഷമായോ എന്ന് പറയാൻ കഴിയില്ല. എൻ്റെ കച്ചവടത്തിൽ ശ്രദ്ധ കുറെ കൂടി സംഘടനാപരത്തിൽ മാറിയോടുകൂടി കൂടുതൽ കച്ചവടം ഞാൻ വിപുലീകരിക്കാൻ ശ്രമിച്ചില്ല. അതിലിടയ്ക്കാണ് ഊട്ടിയിലൊരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തത്. ജനറൽ മനക്ഷയാണ് ക്ലാസ് എടുത്തത് എനിക്ക്. അദ്ദേഹം ആ ക്ലാസ്സിൽ പറഞ്ഞത് തീരുമാനം ഉടനെ എടുക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ താരതമ്യം ചെയ്തത് ഇന്ദിരാജിയെയും നരസിംഹറാവു സാറെ താരതമ്യം ചെയ്തു. ഇന്ദിരാജി പെട്ടെന്ന് സ്പോട്ട് തീരുമാനമെടുക്കും. നരസിംഹറാവു അദ്ദേഹം 2 തവണ 3 തവണ ആലോചിച്ച് തീരുമാനമെടുക്കുള്ളതാണ്. അപ്പോൾ എനിക്ക് അതിൽ ആദ്യത്തെ ബാധ്യതയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തീരുമാനം പെട്ടെന്ന് എടുക്കും. അതിൽ കുറേ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതുപോലെ കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ CN വിജേഷനെ കണ്ടത്. സഹകരണ മേഖലയിൽ എന്തെല്ലാം ചെയ്യുന്നതിൻ്റെ ലോകത്തിന് തന്നെ മാതൃക നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. MBR ക്യാൻസർ സെൻ്റർ സ്ഥാപിച്ചു, കാലിക്കറ്റ് സിറ്റി സർവീസ് സ്ഥാപിച്ചു, ലേർന്ന സ്ഥാപനം സ്ഥാപിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ 3 സ്ഥാപനങ്ങളിലും ഡയറക്ടറായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിക്കുകയും അതിൽ നിന്ന് വളരെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുകയും ചെയ്തു. 1962 മുതൽ 2003 വരെ വിശ്രമമില്ലാത്ത ജോലിയാണ് ഞാൻ ചെയ്തത്. ഞാൻ തന്നെ 8 മണിക്ക് കട തുറക്കും, രാത്രി 2 മണി വരെ ഷിഫ്റ്റ് വെച്ചാണ് അന്ന് ബിസിനസ് ചെയ്തിരുന്നത്. 60 വയസ്സ് കഴിഞ്ഞപ്പോൾ കച്ചവടക്കാർ ചെയ്യാത്തൊരു സംവിധാനമാണ്. ഞാൻ എൻ്റെ ബിസിനസ്സിന് പൂർണ്ണമായും റിട്ടയർ ചെയ്തു. പിന്നെ ബിസിനസ്സിന് ഒരു കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടില്ല, എൻ്റെ മകനാണ് നോക്കാറ്. പിന്നീട് രാഷ്ട്രീയമില്ലാത്ത കളക്ഷനൊക്കെ അല്ല ചെറിയ പൊതുപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനുണ്ടായത്. പിന്നെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് പഞ്ചായത്ത് മെമ്പറാകാൻ ആഗ്രഹിച്ചു. അത് ഇലക്ഷൻ നടക്കാൻ തോന്നിയിട്ട് ഞാൻ പഞ്ചായത്ത് മെമ്പറായി, പ്രതിപക്ഷ നേതാവായി, MLA ആയി, MP ആയി, മുഖ്യമന്ത്രിയായി, വിവിധ വകുപ്പ് മന്ത്രികളൊക്കെ ആയി. പിന്നീട് എൻ്റെ മെഡിമിക്സിലെ ചെയർമാൻ ചോദിച്ചു ഇനി എന്താ ആഗ്രഹം. ഞാൻ പറഞ്ഞു എനിക്ക് പ്രധാനമന്ത്രിയാനാണ് ആഗ്രഹം എന്നുള്ളത്. അങ്ങനെ പൊളിറ്റിക്കൽ കറക്ഷൻ എന്ന സിനിമയിൽ പ്രധാനമന്ത്രിയുടെ അഭിനയിച്ച് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ലഭിക്കുകയും ചെയ്തു. സിനിമാ മേഖലയെ പറ്റി ഞാൻ കൂടുതൽ പറയാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. 60 വയസ്സിന് ശേഷം ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുകയാണ്. യാത്രകൾ ധാരാളം ചെയ്തിട്ടുണ്ട്, ലോകാത്ഭുതങ്ങൾ മുഴുവൻ പോയി കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ കുടുംബമായിട്ട് പോയി കണ്ടിട്ടുണ്ട്. പിന്നെ അന്ന് നിയമം 2 മക്കളായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം എനിക്ക് 2 മക്കൾ, ഞാൻ എല്ലാ നിയമവും പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മകനും മകനും 2 മക്കളിൽ ആ മക്കൾ 2 മക്കളാണ് ഉള്ളത്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയുള്ള ഒരു ആഗ്രഹം എനിക്ക് എന്താ വെച്ചാൽ ഈ അമിത വിമാന നിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കപ്പൽ സർവീസ് ആരംഭിക്കണമെന്ന ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയപ്പോൾ പലരും എന്നെ അതിൽ പിന്തിരിപ്പിച്ചു, പലരും കളിയാക്കി, പരിഹസിച്ചു, പലരും പാര വെച്ചു. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത ജനുവരി 1-ാം തീയതി കൊച്ചി ദുബായ് കപ്പൽ സർവീസ് ആരംഭിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാരും പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കപ്പൽ യാത്രയിലേക്ക് ഈ സംഘടനയുടെ ഭാരവാഹികളെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മാത്രമല്ല ഞാൻ ഷാർജയിൽ പോയപ്പോൾ ഇന്ത്യൻ ഷാർജ അസോസിയേഷനൊക്കെ എനിക്ക് വളരെ സപ്പോർട്ട് ചെയ്തു ഈ കപ്പൽ യാത്ര ആവശ്യത്തിന്. അപ്പോൾ അവിടുന്ന് എന്നോട് പറഞ്ഞ് കോഴിക്കോട് നിങ്ങളുടെ മെമ്പറാണോ ഇല്ലെന്ന് അറിയില്ല, അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് 4000 കിലോ ഹലുവ പോകുന്നത് കോഴിക്കോട് നിന്ന് പറഞ്ഞു. കോഴിക്കോട് നിങ്ങളുടെ മെമ്പറാണോ അല്ലെന്ന് എനിക്കറിയില്ല. അപ്പോൾ കയറ്റുമതിക്കാർക്കുള്ള കപ്പലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആ കപ്പലിൻ്റെ രൂപമാറ്റം വരുന്നതിന് വേണ്ടിയാണ് കുറച്ച് താമസം വന്നത്. അല്ലെങ്കിൽ ഓണത്തിന് മുമ്പ് അത് ആരംഭിക്കേണ്ടതായിരുന്നു. യാതൊരു തടസ്സം അതിനില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് താമസം വരാൻ പല കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് പ്രവാസികൾക്ക് എല്ലാവർക്കും വളരെ ഗുണകരമാകും.
അപ്പോൾ ആദ്യത്തെ കപ്പലിൽ നിങ്ങളുടെ സംഘടനകളുടെ എല്ലാവരും വരണം ഞാൻ ക്ഷണിക്കുകയാണ്. സർക്കാർ നിങ്ങളെ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കും. കൂടുതൽ കാര്യങ്ങൾ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സർക്കാർ സംസ്ഥാന കേന്ദ്ര സർക്കാർ സമിതിയിൽ അങ്ങായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ച് വരുന്നുണ്ട്. എയർപോർട്ട് കമ്പനി, അതുപോലെ പല കമ്മിറ്റികളും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനിടയ്ക്കാണ് എനിക്ക് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ്. ഒരു നോട്ടീസ് ഞങ്ങൾക്ക് വന്നു. യേശു വന്നിട്ടൊരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കമ്പനിക്ക് ജ്യോതി ലേബർ സുജാലയ്ക്കും ഞങ്ങളുടെ ഷാള് ഞാനിപ്പോൾ ഇവിടെ മനസ്സിലാക്കി ഷാൾ ഇവിടെ ഉണ്ട്. അതിൽ വിൽപ്പന നടത്തിയവർക്കും തുടർ വിൽപ്പനക്കാർക്കെല്ലാം ഒരു നോട്ടീസ് വന്നു. അന്ന് 4% വിറ്റ ഉജാലയുടെ മുഴുവൻ നികുതി 12%. നിങ്ങൾ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ഈ കാര്യത്തിൽ മാത്രം. അതുകൊണ്ട് അതിൻ്റെ 17% പെനാൽറ്റി അടക്കം ഭീമമായ സംഖ്യ അടയ്ക്കാൻ വേണ്ടി കമ്പനിക്ക് വന്നു. അന്ന് ഞാൻ അതിൻ്റെ CNF ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. എനിക്ക് വന്നു, ഞാൻ വിറ്റവർക്കെല്ലാം വന്നു. അപ്പോൾ ഞങ്ങൾ മന്ത്രിയായി പോയി കണ്ടിട്ട് ഒരു ധാരണയിലെത്തി ആ ഡിഫറൻസ് കമ്പനി അടയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് അവരെ ആക്സെപ്റ്റ് ചെയ്തില്ല. സെയിൽ ടാക്സ് ഓഫീസർ മുതൽക്ക് ട്രൈബ്യൂണലിലും ഹൈക്കോടതി വരെ ഞങ്ങൾ സമീപിച്ചു. ഞങ്ങൾക്കത് ഗുണം കിട്ടിയില്ല. സെയിൽ ടാക്സ് ഓഫീസർമാർക്ക് അന്നത്തെ ധനകാര്യമന്ത്രി, പ്രധാനമന്ത്രി വരെ ഞങ്ങൾ സമീപിച്ചു. പ്രധാനമന്ത്രി ഇത് നമ്മുടെ ആവശ്യം ശരിയാണെന്ന് മനസ്സിലാക്കി കേരള ധനകാര്യമന്ത്രി അറിയിച്ചെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറായില്ല. അത് LDF UDF ജനപ്രതിനിധികളെല്ലാവരും ഞങ്ങൾ കണ്ടു. ഇനി സമീപിക്കാത്ത ആരുമില്ല. അപ്പോഴും ഞാൻ പറഞ്ഞില്ല, തോൽക്കാൻ മനസ്സില്ല എന്നുള്ള മനസ്സ്. പലരും അതിൽ കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ സ്വത്തുകൾ പലരും ഇവർ അറ്റാച്ച് ചെയ്തു. എനിക്ക് കുറച്ച് സ്വത്തുള്ളതിൻ്റെ പേരിൽ എനിക്കത് അടയ്ക്കാൻ കഴിഞ്ഞു. 50%, ആദ്യം 20% കെട്ടി, പിന്നെ അപ്പീൽ പോകാൻ വേണ്ടി ആയിക്കോട്ടെ 30% കെട്ടി, 50% കെട്ടി, 1 കോടി രൂപ ഞാൻ കെട്ടി. 100 കോടിയിലേക്ക് ഞങ്ങളുടെ കമ്പനി കെട്ടി. അവസാനം ഞാനും ഞങ്ങളുടെ MD സംസാരിച്ച് ഞങ്ങൾ സുപ്രീം കോടതി പോവുകയും സുപ്രീം കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ കേസിൽ കക്ഷി തരാത്തവർക്കൊന്നും ഇത് ആപ്ലിക്കബിളായില്ല. പലരും മരിക്കുകയും ചെയ്തു. വളരെ വേദനയോടുകൂടി പറയാനുള്ള കാര്യം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഞങ്ങളുടെ കമ്പനിക്ക് ഫാക്ടറി ഉണ്ട്. എല്ലാ ഫാക്ടറിയുടെയും ഇത്തരം കാര്യങ്ങൾക്ക് ഞാനും കൂടി പോകാറുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത നിയമക്കുരുക്കും ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ കേരള സംസ്ഥാനത്തുള്ളത്. ഇപ്പോൾ കുറേ മാറ്റം വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള സർക്കാർ, മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും എല്ലാവരും താല്പര്യത്തിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇത്രയും പ്രതീതി ഉണ്ടായിട്ട് ഇവിടെ നിങ്ങൾ ഇത്രയും വലിയ സ്ഥാപനം നടത്തുന്ന നിങ്ങളെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ തോറ്റത് നിങ്ങൾ വിജയിച്ചു. ഞാൻ കച്ചവടം നടത്താനുണ്ടായ ഒരു കാരണം അതാണ്. എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും മരിച്ചുപോയി ഈ വേദന കൊണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അവരുടെ ബാങ്ക് അക്കൗണ്ട് വരെ ഫ്രീസ് ചെയ്തിട്ട് നിത്യച്ചെലവിന് പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ അവർ എത്തിയത്. അങ്ങനെയാണ് ഞാനൊരു അമേരിക്കൻ യാത്ര പോകുമ്പോൾ അതിലൊരു VIP ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഗ്രൂപ്പിൽ 42 ആളായിരുന്നായിരുന്നു. അപ്പോൾ ടൂർ മാനേജർ പറഞ്ഞു അദ്ദേഹത്തെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഗുജറാത്തിലെ അഡീഷണൽ ഡയറക്ടറുള്ള പോലീസായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ അദ്ദേഹം നിങ്ങൾ ഗുജറാത്തിലേക്ക് വരുമോ, അവിടെ എല്ലാ സൗകര്യം ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ഗുജറാത്തിൽ പോയി. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഗുജറാത്തികൾക്ക് പുതിയ വ്യവസായം തുടങ്ങുന്നവർക്ക് നൽകുന്ന സൗകര്യങ്ങൾ എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. യാതൊരു പ്രയാസം ഉണ്ടായില്ല. പോണ്ടിച്ചേരിയില്ല, അവിടെ ഇല്ല. കേരളത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ മറന്നല്ല സംസാരിക്കുന്നത്. അന്ന് വളരെ ദുർഘടമായിരുന്നു കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ. ഞാൻ കേരളത്തിൽ ബിസിനസ് ചെയ്ത് വിജയിച്ചോ എന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് സമ്പാദിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല. കുറേ കൂടി മാറ്റം കേരളത്തിൽ വരുത്തണം ഇത്തരം കാര്യങ്ങളിൽ. ഇപ്പോൾ നമ്മളൊരു നികുതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ധരിച്ച് കുറച്ച് വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടിയാണല്ലോ. അങ്ങനെ വാടകയ്ക്ക് കൊടുത്തു. അങ്ങനെ കോവിഡ് കാലത്ത് ആദ്യമായിട്ട് വാടക ഒഴിവാക്കി കൊടുത്തൊരു വലിയ വ്യക്തിയാണ് ഞാൻ. അതിനൊരുപാട് വിമർശനവും ഭീഷണി ഞാൻ നേരിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 1000 രൂപ വാടക കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 500 രൂപ പോലും നമുക്ക് കിട്ടുന്നില്ല. തൊട്ടതിനൊക്കെ നികുതി കൊടുക്കണം. GST കൊടുക്കണം, വാടകയ്ക്ക് ആദായ നികുതി കൊടുക്കണം, കോർപ്പറേഷൻ നികുതി കൊടുക്കണം, അങ്ങനെ കൊടുക്കണം. ആ കാര്യത്തിലേക്ക് ഞാൻ ഇനി കിടക്കുന്നില്ല. ഏതായാലും
ഇത്രയും വലിയൊരു വേദിയിൽ എനിക്ക് സംസാരിച്ച അവസരം നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ മാതൃഭൂമിയിൽ നിന്ന് തോൽക്കാൻ മനസ്സില്ല എന്നുള്ളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ 2ാമത്തെ എഡിഷൻ അടിക്കാൻ പോകണം. അതിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്നപ്പോൾ ഇത് കേരളത്തെ കോഴിക്കോട് തന്നെയാണ് സംശയം. അത്രയും നല്ല അന്തർദേശ നിലവാരത്തിലുള്ള ഒരു എക്സ്പോ സംഘടിപ്പിച്ച ഇതിന് പിന്നെ പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നാം ആരാണ് സ്വയം മനസ്സിലാക്കുകയും വരവിനനുസരിച്ച് ചെലവ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ സ്ഥാപനം അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരില്ല. കൂടുതൽ ബിസിനസ്സുകൾ വരട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ ഒരു അനുഭവം കൂടി പറയാം. ഞാൻ കോഴിക്കോട് വരുന്ന കാലത്തും അടുത്ത കാലം വരെ മിഠായിത്തെരുവിൽ ഉണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും അടുത്ത തലമുറ കൊണ്ടു നടക്കാതെ അടച്ചുപൂട്ടിയൊരവസ്ഥയുള്ളത്. അതും കൂടി ഒരു പാഠമായി കണക്കാക്കണം. അപ്പോൾ എൻ്റെ നിരവധി ചെറിയ വലിയ പങ്കെടുത്തിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അവസരമായിട്ടും വളരെ അടുക്കും ചിട്ടുള്ള ചടങ്ങായിട്ടും ഇതിനെ ഞാൻ മനസ്സിലാക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനയിച്ചുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ചോദിക്കാണ്ട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. അല്ലെങ്കിൽ ഞാൻ ഈ വേദിയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. താങ്ക് യു സോ മച്ച് സാർ. അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള വ്യക്തിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യക്തികൾ നമ്മുടെ മുമ്പിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ അറിയാനുള്ളൊരാഗ്രഹം സദസ്സിലുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആഗ്രഹമുണ്ടോ? അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടെങ്കിൽ അതിനുള്ള സമയം കൂടിയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. റെഡി? സോ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് 1-2 ചോദ്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നീങ്ങാം. റെഡി? സൗണ്ടില്ല. ന്യൂ ജനറേഷൻ ടീമുണ്ടല്ലോ, ബിസിനസ് ടീംസ്, അവർക്ക് കൊടുക്കാനുള്ള പ്രൈമറി ഉപദേശം എന്താ? ഏറ്റവും പ്രൈമറി ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം? ഇപ്പം ഒന്നുകൂടെ ആവർത്തിച്ച് തിരക്കട്ടെ, ആദ്യത്തെ വാക്ക് ഞാൻ കേട്ടില്ല. ന്യൂ ജനറേഷൻ ബിസിനസ് ചെയ്യുന്ന ടീംസ് ഉണ്ട്. ഇപ്പം നമ്മളെ പോലെ പുതിയ ജനറേഷന് സാറിന് കൊടുക്കാനുള്ള ഒരു പ്രൈമറി ഉപദേശം, അതായത് ഈ ഒരു കാര്യം മിനിമം ഞങ്ങൾ ചെയ്തിരിക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രൈമറി അഡ്വൈസ് എന്താണ്? ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. ഏത് മേഖലയിൽ കിടക്കുകയാണെങ്കിലും നല്ല ഹോംവർക്ക് ചെയ്യണം, അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മുടെ പ്രവാസികൾ ആയുഷ്കാലം മുതലുള്ള സമ്പാദ്യം കൊണ്ട് ഇവിടെ സ്ഥാപനം നടത്തിയിട്ട് 6 മാസം കൊണ്ട് അടച്ചുപൂട്ടിയ നിരവധി ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ വരവിനനുസരിച്ച് ചെലവ് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിനെപ്പറ്റി ഒരു മിനിമം ഹോംവർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ആ സ്ഥാപനങ്ങൾ പരാജയപ്പെടില്ല. മാത്രം പണ്ട് കാലത്തെ പോലെയല്ല. പണ്ട് കാലത്ത് തിയേറ്റർ ഉടമകൾ, പഴയ തിയേറ്റർ എന്ന സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ പല തിയേറ്ററുകളും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലെത്തി. അപ്പോൾ പണ്ട് നമുക്കൊരു 10 കൊല്ലം 50 കൊല്ലം കാണാമെങ്കിൽ ഇപ്പോൾ 5 കൊല്ലത്തെ കണ്ടിട്ടുള്ള ദീർഘവർഷം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ മാത്രമല്ല അറിയാവുന്ന പണിക്ക് പോകുന്നവന് കുറഞ്ഞല്ല. ഇപ്പോൾ ഹോട്ടൽ നടത്തണമെങ്കിൽ അതിൻ്റെ ഷെഫിൻ്റെ പരിപാടി ഹോട്ടൽ മനസ്സിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ നല്ല പഠിച്ച് എടുത്ത് ചാടാതെ നല്ല പഠിച്ച് മനസ്സിലാക്കി, പ്രത്യേകിച്ച് പഴയ മാതിരിയല്ല. ഈ പുതിയ ആധുനിക യുഗത്തിൽ നമ്മളിതിൽ മിസ്റ്റേക്ക് കണ്ടാൽ ഒരു ബട്ടൺ അമർത്തിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എന്നൊരു അവസ്ഥയുള്ളത്. അപ്പം നിയമം പാലിച്ചു പോകുന്നതാണ്, എല്ലാ നിയമവും പാലിച്ചു പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.